MTN News, Malayalam Television Network. പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നതിലും അവശ്യ സാധനങ്ങളുടെ വിലകയറ്റത്തിലും പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 24 മണിക്കൂർ കടകളടച്ച് സമരം നടത്തി. സമരത്തിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി പാചകവാതകത്തിന് 1000-ഓളം രൂപ വർദ്ധിപ്പിച്ച ഓയിൽ കമ്പനികളുടെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ട് വില വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് സമരം നടത്തിയത്. പൊതുയോഗം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. തള്ളിക്കളയാൻ പറ്റാത്തൊരു സംഘമാണെന്ന് നിങ്ങളുടെ ഈ ധാരണ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. തികച്ചും ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി സത്യത്തില് ഞങ്ങൾക്ക് വില കൂട്ടിത്തരൂ, വില കൂട്ടാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില സമരങ്ങളൊക്കെ ഉണ്ട് നമ്മളിടയിൽ. വസ്തുകൂലി കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് സർക്കാരോട് ആവശ്യപ്പെടാറുണ്ട്. പല കാര്യങ്ങളിലും സർക്കാരോട് ആവശ്യപ്പെടാറുണ്ട്. അത് അവരുടേതായ ചില കാരണങ്ങളാണ്. പക്ഷേ ഇത് തികച്ചും ന്യായമായ ഒരു കാര്യം. ഇന്ന് ഹോട്ടലുകളെ ആശ്രയിക്കുകയാണ് ഒട്ടുമിക്ക കുടുംബങ്ങളും. പഴയ കാലഘട്ടത്തിൽ നിന്ന് ഭിന്നമായി പലരും ഹോട്ടലുകളെ ആശ്രയിക്കുകയാണ്. ഒരുപക്ഷെ അവർക്കത് ലാഭകരമാവാം, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെയുള്ള ചില കാര്യങ്ങളാകാം. ഒട്ടുമിക്ക വീടുകളും ഇപ്പോൾ ഹോട്ടലുകളെ ആശ്രയിക്കുന്നു എന്നുള്ളത്. ആ സാഹചര്യത്തിലാണ് നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വില വർധനവ് അപകടം ചെയ്യും. അതല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദിക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവും. എന്നാൽ പുതിയൊരു ഏറ്റവും വലിയ വെല്ലുവിളി വന്നിരിക്കുകയാണ്. ഈ മേഖല സ്തംഭിച്ചു പോകുന്നത് എന്ന് വെച്ചാൽ ഭാഗികമായി ഇപ്പോൾ പല സ്ഥലങ്ങളിൽ സ്തംഭിച്ചു കഴിഞ്ഞു. തുറക്കാൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെടുന്നു. പലപ്പോഴും ഒരു ഹോട്ടലിലേക്ക് ആളയച്ചാൽ അവിടെ ഇല്ല, അത് പൂട്ടിക്കിടക്കുകയാണ്. കാരണം സഹിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത ഏറ്റവും വലിയ വിലവർധനയാണ് ഗ്യാസിന് വന്നത്. മറ്റ് പല പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പുതുതായി വന്ന ഈ പ്രതിസന്ധി അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ഈ മുദ്രാവാക്യം ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കാനല്ല, ആരോടും പഴി പറയാനല്ല, ജീവിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഈ അവകാശമാണ് ചോദ്യം. ഇവിടെ നിങ്ങളൊന്നും വലിയ ഈ ഹോട്ടൽ മേഖല എന്ന് പറഞ്ഞാൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിൽക്കുന്നവരല്ല. ജീവിതം എന്ന 3 അക്ഷരത്തിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി വഴികൾ കണ്ടെത്തുന്നവരാണ്. ആ വഴികളിലാണ് ഏറ്റവും വലിയ മുള്ളുകൾ ഇപ്പോൾ വിതറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിന് അതിൻ്റെ വഴിയുണ്ട്. സർക്കാർ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന വഴിയുണ്ട്. വലിയ വലിയ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് പോലും വഴിവിട്ട് ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാരുണ്ട്. വലിയ കോൺട്രാക്ടിങ് കമ്പനികൾ കോടികൾ സമ്പാദിച്ചിട്ടും സർക്കാരിന്റെ ഫണ്ടുകള് പ്രത്യേകമായ സബ്സിഡിയായും ആനുകൂല്യങ്ങളുമായി കൊടുക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് CH സമദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുൽ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപദേശക ചെയർമാൻ M മൊയ്തീൻ കുട്ടി ഹാജി, സംസ്ഥാന സെക്രട്ടറി സജീർ ജോളി, KT രഘു, A ഷൗക്കത്ത് അലി, നിവിൻ ഇബ്രഹാം, P സുബ്രഹ്മണ്യൻ, K രാധാകൃഷ്ണൻ, അമീർ സബ്ക, KC ഉബൈദ് വളാഞ്ചേരി, സുരേഷ് പൊന്നാനി, നൌഷാദ് കൊണ്ടോട്ടി, മാനു അറഫ, സിറ്റി പാർക്ക് നൌഷാദ് എന്നിവർ സംസാരിച്ചു. MTN ന്യൂസ് മലപ്പുറം. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി.